നമസ്കാരം. 2023 നവംബർ 17 റിലീസാവുന്ന ഫേസ് ഓഫ് ഫേസ്ലെസ് എന്ന സിനിമ എന്തിനു കാണണം? 1995 ഫെബ്രുവരി 25 മധ്യപ്രദേശിലെ ഇൻഡോറിൽ രക്തസാക്ഷിയായ സിസ്റ്റർ റാണി മരിയയുടെ ഐതിഹാസിക ജീവിതമാണ് ചലച്ചിത്രത്തിൻ്റെ പ്രമേയം. 1954 ജനുവരി 29 കേരളത്തിൽ ജനിച്ച മറിയം എങ്ങനെ, എന്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ മതഭീകരതയുടെയും ജാതിവെറിയുടെയും ഇരയായി കൊല്ലപ്പെടണം? ഇതിനുള്ള ഉത്തരം ചരിത്രമാണ്. ആ ചരിത്ര വസ്തുതയെ മികച്ച ചലച്ചിത്ര അനുഭവമാക്കുന്നതിൽ സിനിമയുടെ സംവിധായകൻ ഷെയ്സൺ പി ഔസേഫ് വിജയിച്ചിട്ടുണ്ട്. അങ്കമാലി സെൻറ്റ് ഫോർമീസ് പള്ളിയിൽ 1980 മെയ് 22 ഫൈനൽ പ്രൊഫഷൻ സ്വീകരിച്ച സിസ്റ്റർ റാണി മരിയ സോഷ്യോളജിയിലെ ഡിഗ്രി പഠനം പൂർത്തിയാക്കി ഉദയനഗറിൽ എത്തുന്നത് 1992 മെയ് 16 95 ഫെബ്രുവരി 25 ഇൻഡോറിലേക്കുള്ള ബസ് യാത്രയിൽ സമന്തർ സിംഗ് റാണി മരിയെ കൊലപ്പെടുത്തി. ഭൂപ്രഭുക്കന്മാരുടെ ക്രോധത്തിൻ്റെ ആഴമറിയിക്കുന്ന 54 കുത്തുകൾ ആ മലയാളി സന്യാസിനി സ്വന്തം ശരീരത്തിലേറ്റു. ഭൂരഹിതരായി അവഗണിക്കപ്പെട്ട, പാവപ്പെട്ട, അപരിഷ്കൃതരായ മനുഷ്യർക്ക് വേണ്ടിയുള്ള സേവനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ രക്തസാക്ഷിയാണ് സിസ്റ്റർ റാണി മരിയ. ജീവൻ സിംഗ്, ധർമ്മേന്ദ്ര, സമന്തർ സിംഗ് ഇവരാണ് കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയവർ. ബസിൻ്റെ പിറകിലെ സീറ്റിലേക്ക് അന്നത്തെ യാത്രയിൽ റാണി മരിയ അവർ നിർബന്ധിച്ച് കൊണ്ടുപോയിരുത്തി. ബസ് യാത്രയ്ക്കിടയിൽ ബലമായി നിർത്തി ബസ് യാത്രയിൽ നിന്ന് സമന്തർ പുറത്തിറങ്ങി തേങ്ങ ഉടച്ച് വിതരണം ചെയ്തു. റാണി മരിയയ്ക്കും ഒരു തുണ്ട് നൽകാൻ അയാൾ കൈനീട്ടി. ആ കൈ പിൻവലിച്ച് പകരം കത്തിയെടുത്ത് തുടർച്ചയായി 54 പ്രാവശ്യം അവരുടെ നെഞ്ചിലും ശരീരത്തിലും കുത്തിയാഴ്ത്തി. ബസ്സിൽ നിന്ന് പുറത്തേക്ക് റാണി മരിയയെ വലിച്ചെറിഞ്ഞു. അങ്ങനെ 1995 ഫെബ്രുവരി 25 സിസ്റ്റർ റാണി മരിയ രക്തസാക്ഷിയായി. സമന്തർ പിന്നീട് മാനസാന്തരപ്പെട്ടു, ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. 2003 ഫെബ്രുവരി 25 റാണി മരിയയുടെ മാതാവ് മകളുടെ കൊലപാതകിയോട് ക്ഷമിച്ചു. മകളെ കുത്തിക്കൊന്നവൻ്റെ, മകളുടെ രക്തം വീണ ആ കൊലപാതകിയുടെ കൈകളിൽ ആ അമ്മ ചുംബിച്ചു. ഭാരത സമൂഹത്തിൽ നിന്നും ഒഴിവാക്കേണ്ട ഈ ജാതിബോധത്തിൻ്റെ ഭാഗമായുള്ള കടുത്ത മനുഷ്യത്വരഹിതമായ വിവേചനത്തിൻ്റെ, വെറുപ്പിൻ്റെ ഇരയാണ് സിസ്റ്റർ റാണി മരിയ എന്ന മലയാളി വനിത. അതുകൊണ്ട് തന്നെ ഭാരത നവോത്ഥാനത്തിൻ്റെ നിർമ്മിതിക്കായി ജീവിതം ബലിയർപ്പിച്ച ധീര വനിത എന്ന നിലയിൽ സിസ്റ്റർ റാണി മരിയ അംഗീകരിക്കപ്പെടണം. രാഷ്ട്രീയ പാർട്ടികൾ പോലും ജാതി സമ്പ്രദായത്തിൻ്റെ എല്ലാ അവശതകളും അപമാനവീകരണ സങ്കല്പങ്ങളും നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതാണ് ജനാധിപത്യ ഇന്ത്യയിലെ, കേരളത്തിലെ ഇന്നത്തെ കാഴ്ച. അതിന് അപവാദമായി മാറാൻ ജനാധിപത്യ പാർട്ടികൾക്കോ വിപ്ലവ പാർട്ടികൾക്കോ കഴിയുന്നില്ല. മതത്തെ ആത്മീയതയുടെ ഭാഗമായി മനസ്സിലാക്കാതെ ജാതിക്കുള്ളിലെ ജാതിയായും അപരനെ ഇല്ലായ്മ ചെയ്യുന്ന പ്രത്യയശാസ്ത്രമായും കരുതുന്ന കാലത്ത് സിസ്റ്റർ റാണി മരിയയുടെ ബലിയർപ്പണത്തിൻ്റെ പ്രസക്തി ഭാരതത്തിൽ വർദ്ധിക്കുകയാണ്. മിഷണറിമാരുടെ വംശത്തിലെ പ്രബലമായ ഒരു കണ്ണിയാണ് സിസ്റ്റർ റാണി മരിയ. ഫാദർ സ്റ്റാൻ സ്വാമി പുതിയ കാലത്ത് ഇരയായത് ഇത്തരം വിമോചനത്തിൻ്റെ സുവിശേഷം ജീവിച്ചതിൻ്റെ പേരിലാണ്. കേരളത്തിൽ അടിമ സമ്പ്രദായം പ്രാകൃതമായ രീതിയിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭത്തിൽ പോലും നിലനിന്നിരുന്നത് നമുക്കറിയാം. ഇവിടെ ജാതി സമ്പ്രദായത്തിൻ്റെ ഭാഗമായ ജനതയ്ക്ക് മാത്രമാണ് മതം പോലും ഉണ്ടായിരുന്നത്. അതിന് പുറത്തുള്ളവർ, പഞ്ചമർ, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ക്രിസ്തുമതം സ്വീകരിക്കാൻ ആഗ്രഹിച്ചു. അവരെ മനുഷ്യരാക്കിയത് മിഷണറിമാരാണ്. ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിൻ്റെ മിഷണറിമാരുടെ കേരളം എന്ന പുസ്തകത്തിൽ എഴുതുന്നു, തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി പൊതുവിടങ്ങളിൽ നിന്നെല്ലാം അകറ്റി നിർത്തിയിരുന്ന അടിമവർഗത്തെ മനുഷ്യർ എന്ന നിലയിൽ ആദ്യമായി നോക്കിക്കാണുവാൻ തയ്യാറായത് വിദേശത്തു നിന്ന് എത്തിയ ക്രൈസ്തവ മിഷണറിമാർ തന്നെയാണെന്ന് ചരിത്രം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ബോധ്യമാകും എന്ന്. കേരളത്തിലെ ആദ്യത്തെ ജനകീയ പ്രക്ഷോഭം എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ മേൽമുണ്ട് സമരം നയിക്കുന്നതിന്
ചാന്നാർ ജനസമൂഹത്തിന് ശക്തി പകർന്നത് ക്രൈസ്തവ മിഷണറിമാരാണ്. യേശുദാസ് RN എഴുതിയ പീപ്പിൾസ് റിവോൾട്ട് ഇൻ ട്രാവൻകൂർ 1975 ഈ പുസ്തകം അതിലടയാളപ്പെടുത്തുന്നു. ഇത്തരം പരിശ്രമങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ന് നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന സന്യാസിനികളാണ്. അത്തരം മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ ധീരഗാഥകൾ, വീരഗാഥകൾ രചിക്കുന്ന ക്രൈസ്തവ സന്യാസത്തിൻ്റെ ധീരപ്രതീകമായ റാണി മരിയയുടെ ജീവിതം, അതിൻ്റെ ചലച്ചിത്ര ഭാഷ്യം അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി നാം കാണണം. ഇത് കേവലം ഒരു ഭക്തിചിത്രമല്ല. ഇതിൽ ശക്തമായ രാഷ്ട്രീയമുണ്ട്, വിപ്ലവമുണ്ട്. ഭാരതത്തിൻ്റെ സമകാലിക സ്വഭാവത്തിൻ്റെ കലാപങ്ങളുടെ അന്തർധാര ഇതിലുണ്ട്. ചിത്രത്തിൻ്റെ സംവിധായകൻ ഷെയ്സൺ റാണി മരിയയുടെ വേഷം ചെയ്ത സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയായ നടി വിൻസി അലോഷ്യസ്, സഹനിർമ്മാതാവും എഡിറ്ററുമായ രഞ്ജൻ എബ്രഹാം എന്നിവർക്കെല്ലാം എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി.